ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, സ്കോപ്പ്, അതിൻ്റെ ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും ലിങ്ക് അത് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് കൂടെ നൽകുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എങ്കിലും നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സമയത്തിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. പോയിന്റ്സ് ടു ബി ഡിസ്കസ്ഡ്. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയാൻ പോകുന്നു. സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ്, ദെൻ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് ദ മോട്ടിവേറ്റിംഗ് ആൻഡ് ഗൈഡിങ് ഫോഴ്സ് വിച്ച് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു ഗ്രോ വിത്ത് പ്രോസ്പെരിറ്റി. ഒരു ഓർഗനൈസേഷനെ വളരെ സമൃദ്ധിയോടുകൂടി, സമ്പൽ സമൃദ്ധിയോടുകൂടി വളരുന്നതിന് സഹായിക്കുന്ന ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള, ഗൈഡിങ് ആയിട്ടുള്ള ഫോഴ്സാണ് എന്ത്, ഒരു ശക്തിയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആധുനിക ലോകത്ത് മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാവാൻ കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. The importance of management has increased tremendously in the modern world due to the following reasons. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം നേടാൻ സഹായിക്കുന്നത് ആരാണ്? മാനേജ്മെൻ്റ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് ടീം വർക്ക് ആൻഡ് ടീം സ്പിരിറ്റ് ഇൻ ദ ഓർഗനൈസേഷൻ ബൈ ഡെവലപ്പിംഗ് എ സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. വളരെ നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ഓർഗനൈസേഷനകത്ത് ഒരു ടീം വർക്ക്, ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്, ഒരു ടീം വർക്കും ടീം സ്പിരിറ്റും ക്രിയേറ്റ് ചെയ്യുന്നതിന് മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇത്രയും പ്രസക്തി ഉണ്ടായി വരുന്നത്. അപ്പം ഇത് നമുക്ക് ഓരോരോ പോയിൻ്റായിട്ട്, അതായത് ഒരു ചെറിയ പോയിൻ്റ് എഴുതി നമ്മൾ പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതുന്ന രീതിയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. അതുപോലെ നമുക്ക് ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ് എന്ന് മാത്രം കൊടുത്തിട്ട് ബാക്കി എക്സ്പ്ലനേഷനായിട്ട് നിങ്ങൾക്ക് എഴുതാം. ആ രീതിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ പോയിൻ്റായിട്ടോ നമുക്കത് എഴുതാവുന്നതാണ്. Then it ensures optimum utilization of resources, both human and material. ഹ്യൂമൻ ബീയിങ്സിൻ്റെ രീതിയിലാണെങ്കിൽ, അതായത് മനുഷ്യരെ ആണെങ്കിലും മെറ്റീരിയൽസിനെ ആണെങ്കിലും രണ്ടിനെയും ഒരുപോലെ ഏറ്റവും ഒപ്റ്റിമം ലെവലിൽ യൂസ് ചെയ്യുന്നതിന് മാനേജ്മെൻറ്റാണ് സഹായിക്കുന്നത്. നല്ലൊരു മാനേജ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയും ഒരു വേസ്റ്റേജ് ഇല്ലാത്ത വിധം അതിലെല്ലാ റിസോഴ്സും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് എഴുതിയിട്ട് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാലും മതിയാവും. ഇറ്റ് എൻഷുവേഴ്സ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്, മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകുമ്പം അവിടുത്തെ റിസോഴ്സസ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടും. അപ്പോൾ അതിനനുസരിച്ചുള്ള റിട്ടേൺ ആ ഒരു രാജ്യത്തുണ്ടാവും. അതുവഴി രാജ്യത്തിൻ്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് സാധ്യമാവും. അപ്പോൾ അതിനെയും കൂടെ ആര് സഹായിക്കുന്നുണ്ട്? മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു അറ്റൈൻ മാക്സിമം എഫിഷ്യൻസി വിത്ത് മിനിമം ഹ്യൂമൻ എഫർട്ട്. കുറച്ച് മാത്രം മാനുഷിക അധ്വാനം ചെലവഴിച്ചുകൊണ്ട് മാക്സിമം എഫിഷ്യൻസി അറ്റൈൻ ചെയ്തെടുക്കുന്നതിന് ആര് സഹായിക്കുന്നുണ്ട്? മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. നമ്മൾ കുറേ പണിയെടുത്തിട്ട് കാര്യമില്ല, റിസൾട്ട് നല്ലതായിട്ടുണ്ടാവണം എന്നില്ല. അവിടെ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടി, കൃത്യമായിട്ടുള്ളൊരു മാനേജ്മെൻറ്റോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് അധ്വാനത്തിലൂടെ തന്നെ നമുക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഹ്യൂമൻ എഫേർട്ട് മിനിമൈസ് ചെയ്തിട്ട് എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യാൻ മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊമോട്ട് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ബൈ പ്രൊവൈഡിങ് ബെറ്റർ ക്വാളിറ്റി ഗുഡ്സ്. സമൂഹത്തിൻ്റെ ആ ഒരു വെൽഫെയറും കൂടെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വളരെ ക്വാളിറ്റിയുള്ള ഗുഡ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സമൂഹത്തെയും കൂടെ ആര് സെർവ് ചെയ്യുന്നുണ്ട്? മാനേജ്മെൻറ്റ് സെർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഫിയർ ആൻഡ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ആർ ഗോയിങ് ഓൺ. നല്ല കടുത്ത മത്സരമാണ് മാർക്കറ്റിലുണ്ടാവുക. റിമൈൻ ഇൻ ദ മാർക്കറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ഇൻ അച്ചീവിങ് മാക്സിമം പ്രൊഡക്ഷൻ അറ്റ് മിനിമം കോസ്റ്റ് വിച്ച് എനേബിൾസ് ദ ഫേം ടു ഫോഴ്സ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ മാനേജ്മെൻറ്റ് എന്തിനു സഹായിക്കും? വളരെ കുറഞ്ഞ കോസ്റ്റിൽ, മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്യാൻ നല്ലൊരു മാനേജ്മെൻറ്റ് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സഹായിക്കും. അതുവഴി ആ ഫേമിന് ആ ഒരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ കൂടിയും അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മിനിമം കോസ്റ്റിൻ്റെ കാര്യം ഇവിടെ നേരത്തെയൊക്കെ ചെറിയ തോതിൽ നമ്മൾ പറഞ്ഞു. ഹ്യൂമൺ ആൻഡ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, മറ്റുള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ കുറഞ്ഞ ഹ്യൂമൻ എഫേർട്ട് എടുത്തിട്ട് തന്നെ മാക്സിമം എഫിഷ്യൻസി കൊണ്ടുവരാനൊക്കെ മാനേജ്മെൻറ്റ് കൊണ്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ വളരെ കുറഞ്ഞ കോസ്റ്റിൽ മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് കുറഞ്ഞ കോസ്റ്റിൽ, അത് സ്മോൾ പ്രൈസിന് സാധനങ്ങൾ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാനും നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യത്തിന് പ്രോഫിറ്റോട് കൂടി തന്നെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനും സാധിക്കും എന്നുള്ളതാണ്. Then management motivates the people in the organization towards the attainment of the objectives of the organization. മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്ന രീതിയിൽ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ആളുകളെ, അതിൻ്റെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. പലരും പല ഉദ്ദേശങ്ങളോട് കൂടിയിട്ട് ജീവിക്കുന്നവരാണ്. എല്ലാവർക്കും പേഴ്സണലായിട്ടുള്ള പല താല്പര്യങ്ങളുണ്ടായിരിക്കും, മോട്ടീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാൻ മാനേജ്മെൻറ്റ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓർഗനൈസസ്, ഡയറക്ട്സ് ആൻഡ് കൺട്രോൾസ് ദ എഫേർട്ട് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഗ്രൂപ്പ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനകത്തെ ആളുകളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യും, ഡയറക്റ്റ് ചെയ്യും, കൺട്രോൾ ചെയ്യും ചെയ്യുന്നതൊക്കെ ആരാണ്? മാനേജ്മെൻ്റ് ആണ്. Then management helps to meet the challenges due to change in technology, taste and fashion, government policy, etc. നമ്മുടെ ടെക്നോളജി, ടേസ്റ്റ്, ഫാഷൻ, ഗവൺമെൻറ് പോളിസി തുടങ്ങി പല മേഖലകളിലും മാറ്റം ദിനേന വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റത്തിൻ്റെ ഇടയിലും അത് സ്ഥാപനത്തെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ ആ മാറ്റത്തിനനുസരിച്ച് ഓർഗനൈസേഷൻ മാറുന്നതിനൊക്കെ ആര് സഹായിക്കും? മാനേജ്മെൻറ്റ് സഹായിക്കും എന്നാണ് പറയുന്നത്. Then management ensures efficient and smooth running of the business. മാനേജ്മെൻ്റ് ആണ് ഒരു സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള, സുഗമമായിട്ടുള്ള ഒരു നടത്തിപ്പ് ഉറപ്പുവരുത്തുന്നത്. ഏതിലൂടെയാണ് അവരിത് ചെയ്യുന്നുണ്ടാവുക? നല്ല രീതിയിൽ ബെറ്റർ പ്ലാനിങ്ങിലൂടെയും ഓർഗനൈസേഷനിലൂടെയും കൺട്രോളിലൂടെയും എല്ലാ ഫാക്ടേഴ്സിനെയും എല്ലാ ഘടകങ്ങളെയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. Then മാനേജ്മെൻറ്റ് പ്രൊവൈഡ്സ് ന്യൂ ഐഡിയാസ്, ഇമാജിനേഷൻ ആൻഡ് വിഷൻ ടു ആൻ എൻ്റർപ്രൈസ്. ഒരു ഓർഗനൈസേഷന് പുതിയ പുതിയ ആശയങ്ങൾ, ഇമാജിനേഷൻസ്, വിഷൻ എല്ലാം ഉണ്ടാക്കുന്നതിന് മാനേജ്മെൻറ്റാണ് സഹായിക്കുന്നത്. മാനേജ്മെൻറ്റ് പ്രൊവൈഡ്സ് റിപ്പീറ്റഡ് സ്റ്റിമുലസ് ടു ഓഗ്മെൻറ്റ് ബിസിനസ്. ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്ന, പുരോഗതി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്ന ബിസിനസ്സിന് കൂടുതൽ കൂടുതൽ സ്റ്റിമുലസ്, മോട്ടീവ് അല്ലെങ്കിൽ ഒരു പ്രചോദനം ആര് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും? മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. റിപ്പീറ്റഡ് സ്റ്റിമുലസ്, ന്യൂ ഐഡിയാസ് ആൻഡ് ഇമാജിനേഷൻ ആൻഡ് വിഷൻ. അപ്പോൾ ഈ തരത്തിൽ, ഇപ്പോൾ ഞാൻ ഈ റെഡിങ്ങിൽ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ മാത്രം ഒരു പോയിൻ്റായിട്ട് എടുത്ത് എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെ പോയിൻ്റായിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ അത് നമ്മൾ എങ്ങനത്തെ രീതിയിലാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്, ആ ഒരു മാർക്ക് നോക്കിയിട്ട് വേണം ഇത് ആൻസർ ചെയ്യാൻ. കുറച്ച് കൂടുതലായിട്ട് എഴുതേണ്ട സന്ദർഭങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ പോയിൻ്റ് എടുത്ത് എഴുതിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതാവും നന്നാവുക. കുറച്ചും കൂടെ ഓർത്ത് വെക്കാനും പഠിക്കാൻ എളുപ്പവും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഒരു വ്യാപ്തി എന്തുമാത്രമുണ്ട്, എവിടെയൊക്കെയാണ് നമുക്ക് മാനേജ്മെൻറ്റ് കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ എന്തെല്ലാം ആക്ടിവിറ്റീസാണ് അതിന് അകത്ത് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് സ്കോപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. പല പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്കതിനെ കാണാവുന്നതാണ്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ഓൾ പെർവാസീവ് ഫംഗ്ഷൻ ആസ് ഇറ്റ് ഈസ് റിക്വയർഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഏതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാലും അവിടെ മാനേജ്മെൻറ്റ് ആവശ്യമുള്ള ഒന്നാണെന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു പെർവാസീവ് ഫംഗ്ഷനാണ്. എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ച് കിടക്കുന്ന, പരന്ന് കിടക്കുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വൈഡാണ്. പല രീതിയിൽ നമുക്ക് പറയാം. ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ആർ കവേർഡ് അണ്ടർ ദി സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ സ്കോപ്പിനകത്ത് വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പ്ലാനിങ് തൊട്ട് കൺട്രോളിങ് വരെ വ്യാപിച്ച് കിടക്കുന്ന അത്രയും ആക്ടിവിറ്റീസ് അടങ്ങുന്ന ഒന്നാണ് എന്ത്? മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ദ ഓപ്പറേഷണൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്. ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഓപ്പറേഷണൽ ആസ്പെക്ട്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കതിൻ്റെ സ്കോപ്പ് പറയാവുന്നതാണ്. അതിൻ്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കതിൻ്റെ വ്യാപ്തി പറയാം. അതിനെ നമുക്ക് ബ്രാഞ്ചസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നും കൂടെ പറയാവുന്നതാണ്. ഓപ്പറേഷൻ ആസ്പെക്ട്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്ന് നോക്കാം. പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്. ആ ഒരു സ്ഥാപനത്തിലെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും കൈകാര്യം ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മാനേജ്മെൻ്റ് ആണ് എന്ത്? പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് മാനേജ്മെൻറ്റ്
which deals with all activities associated with the production. ഇതിനകത്ത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുക നമുക്ക് നോക്കാം. പ്ലാന്റ് ലൊക്കേഷൻ ആൻഡ് ലേ ഔട്ട്. പ്ലാന്റിൻ്റെ ലൊക്കേഷൻ നോക്കണം. അതിൻ്റെ ലേ ഔട്ട് മീൻസ് നമ്മൾ ആ ഒരു സ്ഥാപനത്തിനകത്ത് മെഷീനറീസും കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം, അതിൻ്റെ റൂം എങ്ങനെയൊക്കെ വേണം. ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ വളരെ സൗകര്യാർത്ഥം അതിൻ്റെ വരവും പോക്കും അതിൻ്റെ നീക്കുപോക്കുകളൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ വേണം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാൻ. തോന്നിയ പോലെ അവിടെയും ഇവിടെയും മെഷീനറീസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രയാസം. അപ്പം അങ്ങനെയുള്ള അതിൻ്റെ ആ ഒരു ലേ ഔട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ പോളിസി, ഉൽപ്പാദന നയം ഉണ്ടാവും അല്ലേ, കുറേ പ്രൊഡ്യൂസ് ചെയ്യണമെന്നോ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യണമെന്നോ സീസണലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നോ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രൊഡക്ഷൻ പോളിസി ഉണ്ടാവും. ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനത്തിൻ്റെ രീതികൾ, പ്ലാന്റ് ഫെസിലിറ്റീസ്, പ്ലാന്റിൽ ഒരുക്കേണ്ട സൗകര്യങ്ങൾ, മെറ്റീരിയൽ ഹാൻഡ്ലിങ്, അതുപോലെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. പ്രൊഡക്ഷൻ എപ്പോഴും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കണം. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടുക്കും അല്ലേ, നമ്മൾ മറ്റൊന്നിലേക്ക് മാറാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ എപ്പോഴും പ്രോഡക്റ്റിൽ ഇങ്ങനെ ഒരു അപ്ഡേഷൻ കൊണ്ടുവരൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന മാർക്കറ്റിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ അത്യാവശ്യമാണ്. അപ്പോൾ ആ പ്രോഡക്റ്റിൽ എപ്പോഴും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും മറ്റും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഉണ്ടായിരിക്കണം. ദെൻ ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അടങ്ങുന്നതാണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിനകത്ത് വരുന്നത്. ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യും, ഓർഗനൈസ് ചെയ്യും, കൺട്രോൾ ചെയ്യുന്ന മാനേജ്മെൻറ്റ് ബ്രാഞ്ചാണ് എന്ത്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Marketing management refers to the planning, organizing, directing and controlling the activities of persons working in the marketing division of the enterprises. ആ ഒരു എൻ്റർപ്രൈസസിൻ്റെ മാർക്കറ്റിംഗ് ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് വരിക? ഒന്ന് മാർക്കറ്റ് അനാലിസിസ്, മാർക്കറ്റ് ആദ്യം അനലൈസ് ചെയ്യണം. ശരിക്കും ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രൊഡക്ഷൻ തുടങ്ങുക. മാർക്കറ്റിൽ എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിന് അതിന് ഡിമാൻഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നമ്മൾ ആദ്യം മാർക്കറ്റിൽ അതിന് ഡിമാൻഡ് ഉണ്ടോ, ആവശ്യക്കാരുണ്ടോ നോക്കിയിട്ട് വേണം നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങാൻ. അതിന് നമ്മളെ സഹായിക്കുന്നത് ഏതാണ്? മാർക്കറ്റ് അനാലിസിസ് ആണ്. അപ്പോൾ ശരിക്കും ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലൂടെയാണെന്ന് നമുക്ക് പറയാം. അപ്പം മാർക്കറ്റ് അനാലിസിസ് നടത്തണം. മാർക്കറ്റിംഗ് പോളിസി, എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട നയങ്ങൾ റെഡിയാക്കണം. ബ്രാൻഡിങ്, പ്രോഡക്റ്റിന് പേര് കൊടുക്കുക, പ്രൈസിങ്, പ്രൊമോഷൻ, അഡ്വർടൈസ്മെൻറ്റ് പോലത്തെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഏതിലൂടെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ വഴിയിലൂടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ദെൻ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ആ ബിസിനസ് പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിൻ്റെ പ്രൊക്യൂർമെൻറ്റ്, അതിൻ്റെ യൂട്ടിലൈസേഷൻ, അതിൻ്റെ കളക്ഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്ന ഒരു മാനേജ്മെൻറ്റിൻ്റെ ബ്രാഞ്ച് കൈകാര്യം ചെയ്യുന്നത്. ദിസ് ബ്രാഞ്ച് ഡീൽസ് വിത്ത് ദ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഫോർ ബിസിനസ് പർപ്പസസ്. എന്തൊക്കെയാണ് ചെയ്യുക? ഡിറ്റർമിനിങ് എ സ്യൂട്ടബിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ, നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യണം. നമുക്കറിയാം, ഒരു വലിയൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഷെയർ, ഡിബഞ്ചർ, പിന്നെ അതുപോലെ തന്നെ ലോൺ, ഇങ്ങനെയുള്ള പല മോഡലിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം വേണം? മുഴുവനും ലോൺ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും, മുഴുവനും ഷെയറായി കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വേണം, ആ ഒരു പാറ്റേണൊക്കെ തീരുമാനിക്കുന്നതിന് നമ്മളതിനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുക. ആ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുക. കോർഡിനേറ്റിംഗ് ദ ഓപ്പറേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ഫണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുക. ലേയിങ് ഡൗൺ എ പ്രോപ്പർ ഡിവിഡൻഡ് പോളിസി, നമ്മളുടെ ഷെയർ നമ്മൾ പബ്ലിക്കിലേക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ ആളുകൾ ഷെയർ വാങ്ങിച്ചിട്ടുണ്ടാകും, അവർക്ക് നമ്മൾ പ്രോഫിറ്റിൻ്റെ ഒരു പങ്ക് കൊടുക്കേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയാം. അപ്പോൾ ആ ഡിവിഡൻഡ് എത്ര കൊടുക്കണം, കിട്ടിയത് മുഴുവൻ കൊടുക്കണോ, കൊല്ലത്തിലും എല്ലാ മാസവും കൊടുക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫണ്ട് ഫേമിൽ നിലനിർത്തിയിട്ട് വേണ്ടി വരും നമ്മൾ മറ്റൊരാൾക്ക് അത് കൊടുക്കാൻ. ആവശ്യത്തിന് ഇവിടെ കീപ്പ് ചെയ്യണം, എന്നിട്ടേ കൊടുക്കാവൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിവിഡൻഡ് പോളിസി ഡിറ്റർമിൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ, അവരുടെ മാൻ പവറിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ദിസ് ബ്രാഞ്ച് ഡീൽസ് വിത്ത് ദ ഇഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻ പവർ. മാൻ പവറിനെ, എംപ്ലോയീസിനെ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനും അവരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിൻ്റെ ബ്രാഞ്ചാണിത്.
Human resources are one of the most critical factors associated with the success of an enterprise. ഒരു എൻ്റർപ്രൈസസിൻ്റെ വിജയത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അവരുടെ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ്, പ്രൊമോഷൻ, കോമ്പൻസേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമാണ് ഈ പറയുന്ന ഒരു മാനേജ്മെൻറ്റ് ബ്രാഞ്ചിനകത്ത് കൈകാര്യം ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഏത് തരത്തിലുള്ള എംപ്ലോയീസാണ് വേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മളെത്തണം. അതിനനുസരിച്ച് അഡ്വർട്ടൈസ് ചെയ്ത് ആളുകളെ റിക്രൂട്ട് ചെയ്യണം, അതിൽ നിന്ന് സെലക്ട് ചെയ്യണം, അവർ വേണ്ട സ്ഥാനങ്ങളിൽ പ്ലേസ്മെൻറ്റ് നടത്തണം, പിന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഓർഗനൈസേഷനകത്ത് ചെയ്യാനുണ്ട്. അതെല്ലാം പ്രോപ്പറായെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇഫക്റ്റീവായിട്ട് നടക്കുകയുള്ളൂ. ആ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഏരിയയാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Then office management. Office management is the technique of planning, coordinating and controlling office activities with a view to achieve common business objective. ബിസിനസ്സിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ ഓഫീസ് പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ പ്ലാൻ ചെയ്യും, കോർഡിനേറ്റ് ചെയ്യും, കൺട്രോൾ ചെയ്യുന്ന മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് ഓഫീസ് മാനേജ്മെൻറ്റ്. ഓഫീസ് ഓട്ടോമേഷൻ, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, റിപ്പോർട്ടിംഗ് എക്സെട്ര ഫോം പാർട്ട് ഓഫ് ഓഫീസ് മാനേജ്മെൻറ്റ്. ഓഫീസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പറയുന്ന ഓഫീസ് ഓട്ടോമേഷൻ, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MIS എന്ന് പറയും. എല്ലാ വിവരങ്ങളും ശരിയായ സമയത്ത് ശരിയായ തോതിൽ ശരിയായ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന, വേണ്ട സമയത്ത് റിപ്പോർട്ടുകളെല്ലാം തന്നെ തയ്യാറാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു സംവിധാനമാണ് ഓഫീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Knowledge has been identified as the most critical factor for surviving in the cutthroat competitive environment. ഈ കടുത്ത മത്സരം നിലനിൽക്കുന്ന ഒരു ചുറ്റുപാടിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന് പിടിച്ചു നിൽക്കണമെങ്കിൽ വേണ്ട പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ കരുതുന്നത് നോളജാണ്, ഇൻഫോർമേഷനാണ്. ഇൻ ദ ന്യൂ എമേർജിങ് നോളജ് എക്കോണമി, ഈ പുതിയ എമേർജിങ് നോളജ് എക്കോണമിയിൽ ഓർഗനൈസേഷൻസ് ടേക്ക് എഫേർട്ട് ടു ഇംപ്രൂവ് ദെയർ ബിസിനസ് പെർഫോമൻസ് ബൈ അസിമുലേറ്റിംഗ് ന്യൂ ഐഡിയാസ്. പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബിസിനസ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ബിസിനസ് ഓർഗനൈസേഷനുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അവർ ചെയ്യുന്നത് എന്താണ്? പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളുകയും ആൻഡ് കൺവേർട്ടിംഗ് ദീസ് ഐഡിയാസ് ഇൻ ടു ആക്ഷൻസ് ഫാസ്റ്റർ ദാൻ ദെയർ കോമ്പറ്റീറ്റേഴ്സ്. ആ ഒരു ആശയം എല്ലാവർക്കും അറിയാനുള്ള സാഹചര്യമുണ്ട് അല്ലേ. അപ്പോൾ അത് കോമ്പറ്റീറ്റേഴ്സ് അതൊരു പ്രവർത്തനമാക്കി മാറ്റുന്നതിന് മുമ്പായിട്ട്, അവരത് അവരുടെ ഒരു അവസരമാക്കി മാറ്റുന്നതിന് മുമ്പായിട്ട് ആ ആശയത്തെ സ്വന്തം ആക്ഷനാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ബിസിനസ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ ഓർഗനൈസേഷനുകൾ എടുക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുകയും അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യാനാണ് ബിസിനസ് ഓർഗനൈസേഷൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രൊഡക്ഷൻ തൊട്ട് നോളജ് മാനേജ്മെൻറ്റ് വരേക്കാണ് ഒരു ബിസിനസ്സിൻ്റെ സ്കോപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ, ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് പ്രകാരം ബിസിനസ്സിൻ്റെ സ്കോപ്പ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ്. മാനേജ്മെൻറ്റിനകത്ത് ഒരുപാട് പഠനശാഖ, ഡിസിപ്ലിനുകളോട് ഉദ്ദേശിക്കുന്നത് പഠനശാഖകൾ എന്നുള്ളതാണ്. ഒത്തിരി പഠനശാഖകൾ ചേർന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് സൈക്കോളജി വരുന്നുണ്ട്, ഇക്കണോമിക്സ് വരുന്നുണ്ട്, സോഷ്യോളജി, കൊമേഴ്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സെട്ര. ഇങ്ങനെ വിവിധ സബ്ജക്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മാനേജ്മെൻറ്റ്. അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വൈഡാണ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ടൂൾസ് ഓഫ് ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ്. വിവിധ ഡിസിപ്ലിനുകളിലെ ടൂളുകൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പീപ്പിൾ ആൻഡ് ദ ഐഡിയാസ് ആർ ഫൗണ്ട് ഇൻ ദ മൊഡ്യൂൾസ് ഓൺ ഓർഗനൈസേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എക്സെട്ര. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആളുകളുമായി ബന്ധപ്പെട്ടതും കൂടെയാണ് അല്ലേ, ഹ്യൂമൻ ബീയിങ്സുമായി ബന്ധപ്പെട്ടതാണ്. ദ ഐഡിയാസ് ആർ ഫൗണ്ട് ഇൻ ദ മൊഡ്യൂൾസ് ഓൺ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് പുറമെയാണ് ആശയങ്ങൾ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഹ്യൂമൻ ബീയിങ്സ് എവിടെയുണ്ടോ അവിടെയെല്ലാം എന്തുണ്ട്? മാനേജ്മെൻ്റ് ഉണ്ട്. മാനേജ്മെൻറ്റിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇവിടെ എല്ലാം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ അപ്ലൈ ടു ഓൾ ഫീൽഡ്സ്. എല്ലായിടത്തും ഹ്യൂമൻ ബീയിങ്സിൽ എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടു ബോത്ത് ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് എൻ്റർപ്രൈസസ്. അപ്പോൾ ബിസിനസ് എൻ്റർപ്രൈസിൽ മാത്രം മാനേജ്മെൻറ്റ് പരിമിതപ്പെട്ട് കിടക്കുന്നില്ല, ബിസിനസ് തൊട്ട് നോൺ ബിസിനസ് എൻ്റർപ്രൈസുകളിലടക്കം മാനേജ്മെൻറ്റ് വ്യാപിച്ച് കിടക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്.
അങ്ങനെ 4 തലത്തിലായിട്ട് നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പിനെ കുറിച്ച് പറയാം. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. The term levels of management refers to a line of demarcation between various managerial positions. മാനേജേഴ്സ് തന്നെ പല തലത്തിലുണ്ട്, പല രൂപത്തിലുണ്ട്. ആ മാനേജീരിയൽ പൊസിഷനുകൾക്കിടയിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ആ ലൈനാണ് എന്ത്, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. The number of levels of management depends upon the size, technology and degree of diversity and nature of products. ഒരു സ്ഥാപനത്തിൽ സൈസ് എങ്ങനെയാണ്, അവിടുത്തെ ടെക്നോളജി എങ്ങനെയാണ്, അവിടുത്തെ ഡൈവേഴ്സിറ്റി, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നാച്ചർ ഡൈവേഴ്സിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ലെവൽസിൻ്റെ എണ്ണം വരിക. ദർ ആർ മെയിൻലി 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് മോസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. മിക്കവാറും ഓർഗനൈസേഷനുകൾ അല്ലെങ്കിൽ നോർമൽ ലെവലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, 3 എണ്ണമാണ്. ദേ ആർ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് ഈ ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും വരുന്നതെന്ന് നമുക്ക് നോക്കാം. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടേഴ്സ്, ജനറൽ മാനേജർ ആൻഡ് അതർ സീനിയർ എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ ഈ തരത്തിലുള്ള ആളുകളാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനകത്ത് വരിക. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ, അതുപോലെ തന്നെ മറ്റ് സീനിയർ എക്സിക്യൂട്ടീവ്സ്. അതായത് ഹയസ്റ്റ് അതോറിറ്റി ഉള്ള ടീമായിരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനകത്ത് വരും. ദേ ഫിക്സ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ പറയുന്നവരാണ്. ടോപ്പ് ലെവൽ മാനേജേഴ്സ് പ്രിപ്പയർ പോളിസീസ്, പ്ലാൻസ് ആൻഡ് ടേക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ആദ്യം ഫിക്സ് ചെയ്യുന്നു. ദെൻ ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് ആവശ്യമായുള്ള പോളിസീസ് എന്തൊക്കെയാണ്, പ്ലാൻസ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ഡിസിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇവർ പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഇവർ തയ്യാറാക്കുന്നു. ദ ഇഷ്യൂ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓർഡേഴ്സ് ടു ലോവർ ലെവൽസ്. അവർ താഴെ ലെവലിലുള്ളവർക്ക് നിർദ്ദേശങ്ങളും മറ്റും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ ഫോളോയിങ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ആയിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്കമിട്ട് പറയാവുന്ന ഏതാനും ഐറ്റംസ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിറ്റർമൈൻ ദ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അവരാണ്. ഡിഫൈൻ ദ ഗോൾസ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഗോൾ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ എസ്റ്റാബ്ലിഷ് ദ പോളിസീസ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നതിന് ഓർഗനൈസേഷന് കൃത്യമായുള്ള കുറേ നയങ്ങൾ വേണം. ആ പോളിസീസ് എല്ലാം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. പ്രിപ്പയറിംഗ് സ്ട്രാറ്റജിക് പ്ലാൻസ്. ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്. ഗീവ് ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻ. തൊട്ട് താഴെ ലെവലിലുള്ള, അതായത് മിഡിൽ ലെവലും ലോവർ ലെവൽ മാനേജേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. കൺട്രോൾ ആൻഡ് ക്രിയേറ്റ് ഗുഡ് റിലേഷൻ വിത്ത് പബ്ലിക്. പൊതുജനങ്ങളുമായി ബന്ധമുള്ളത് ഈ പറയുന്ന ടോപ്പ് ലെവൽ മാനേജേഴ്സിനാണ്. അവരാണ് മീഡിയയുമായിട്ട് മറ്റുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയും അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ദെൻ ജഡ്ജ് ദ റിസൾട്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റിസൾട്ട് എന്താണ്, ബിസിനസ്സിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതും ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്. ദെൻ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനകത്ത് വരുന്നത് കൺസിസ്റ്റ് ഓഫ് ഹെഡ്സ് ഓഫ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ ഒരു ഫങ്ഷനാണ്, മാർക്കറ്റിംഗ് മറ്റൊന്നാണ്, സെയിൽസ്, അതുപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ബിസിനസ് ഓർഗനൈസേഷനെ തരംതിരിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡുകൾ ചേർന്നിട്ടുള്ളതാണ്. അവരിലെ എല്ലാ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സും ചേർന്നതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദേ ആർ റെസ്പോൺസിബിൾ ടു ടോപ്പ് മാനേജ്മെൻറ്റ്. അവർ ആരോടാണ് റെസ്പോൺസിബിൾ ആവുക? ടോപ്പ് മാനേജ്മെൻറ്റിനോടാണ് റെസ്പോൺസിബിൾ ആവുക. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്നവരാണ് അവർ. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആദ്യം നിർദ്ദേശം കൊടുക്കുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനായിരിക്കും. അതുകൊണ്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, മറുപടി പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ള ടീമാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ദേ ആർ കൺസേൺഡ് വിത്ത് ഓർഗനൈസേഷൻ ആൻഡ് ഡയറക്ഷൻ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. അവർ ഓർഗനൈസേഷൻ ഡയറക്ഷൻ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. മേലിൽ നിന്നും കിട്ടുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ബാക്കി താഴോട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യുക ഒക്കെയാണ് ഇവർ ചെയ്യുന്നത്. ദ ഫോളോയിങ് ആർ ദി ആക്ട് ഓഫ് മിഡിൽ മാനേജ്മെൻറ്റ്. അവരുടെ പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇവരിലേക്ക് പാസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളും പോളിസീസും എല്ലാം തന്നെ കയറി മുറിച്ച് പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നവരാണ് മിഡിൽ ലെവൽ. ഓർഗനൈസിങ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആസ് പെർ ദി മെയിൻ പ്ലാൻ.
ടോപ്പ് ലെവലിൽ നിന്നും ഇവരിലേക്ക് പാസ് ചെയ്തിട്ടുള്ള പ്ലാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ അവർ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നു. പ്ലാൻ ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഓപ്പറേഷൻസ്, അതത് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഗൈഡ്, ഡയറക്റ്റ് ആൻഡ് മോട്ടിവേറ്റ് ദ വർക്കേഴ്സ് ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് വർക്കേഴ്സിനെ, അതായത് അതത് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരെ അവർ ഗൈഡ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. കോപ്പറേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ചു എന്നേ ഉള്ളൂ. എല്ലാവരുടെ പ്രവർത്തനങ്ങളും തമ്മിൽ ഒരു ഏകോപനം ഉണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരസ്പരം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നു, സഹകരിക്കുന്നു, കോർഡിനേറ്റ് ചെയ്തിട്ട് അവർ പ്രവർത്തിക്കുന്നു. ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ഹിസ് സബോർഡിനേറ്റ്സ്, സ്വന്തം കീഴിൽ വർക്ക് ചെയ്യുന്ന, സ്വന്തം അധികാര പരിധിയിൽ വരുന്ന എംപ്ലോയീസിൻ്റെ, ആ സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസ് അവരെപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൈമാറുകയാണ് ചെയ്യുന്നത്. Then collect reports and statistics from lower levels and send it to top level management. ഇവരുടെ താഴെ ലെവൽ, ലോവർ ലെവലിൽ നിന്നും അവിടുത്തെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട്സും സ്റ്റാറ്റിസ്റ്റിക്സും കണക്കുകളെല്ലാം തന്നെ കളക്ട് ചെയ്തിട്ട് അത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലേക്ക് പാസ് ചെയ്യുന്നതും മിഡിൽ ലെവൽ മാനേജേഴ്സാണ്. ദെൻ എന്താണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്? ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്. ഈ ലെവലിനകത്ത് വരുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം. സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ഗ്യാങ് ബോസ്, അക്കൗണ്ട്സ് ഓഫീസേഴ്സ്, സെയിൽസ് ഓഫീസേഴ്സ് തുടങ്ങിയവരൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ദേ ആർ മോർ കൺസേൺഡ് വിത്ത് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഫങ്ഷനാണ് അവർ കൂടുതൽ പ്രാധാന്യം. പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാൻ ഫോർ എ ഡേ ഓർ എ വീക്ക്, ഒരു ദിവസത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഒന്നിച്ച് ഓവറോൾ പ്ലാൻ ടോപ്പ് ലെവലിൽ നിന്ന് കിട്ടും, അതിനെ ബേസ് ചെയ്തിട്ട് വീണ്ടും മറ്റൊരു പ്ലാൻ മിഡിൽ ലെവലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. ദെൻ വീക്ക് എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഓർഗനൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഹിസ് ഗ്രൂപ്പ്, അവരവരുടെ ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. അലോട്ട് വർക്ക് ടു ദ വർക്കേഴ്സ് അണ്ടർ ഹിം, ഇപ്പോൾ സൂപ്പർവൈസറുടെ അണ്ടറിൽ എത്ര വർക്കേഴ്സ് ഉണ്ടോ, 10 15 അല്ലെങ്കിൽ 5 6 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഓർഗനൈസ് ചെയ്യുക, അവർക്ക് വർക്കുകൾ അലോട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇഷ്യൂ ഇൻസ്ട്രക്ഷൻ അറ്റ് ദ സൈറ്റ്, വർക്കിംഗ് സൈറ്റിൽ ഈ പറയുന്ന ടോപ്പ് ലെവൽ മാനേജേഴ്സ്, മിഡിൽ ലെവൽ മാനേജേഴ്സ് ഒക്കെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാണ്. വർക്കിംഗ് ഏരിയയിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, സൈറ്റിന് അകത്ത് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മോട്ടിവേറ്റ് ദ എംപ്ലോയീസിനെ അവർ വേണ്ട രീതിയിൽ പ്രചോദിപ്പിച്ചു കൊണ്ടുപോകുന്നു. അറേഞ്ച് മെറ്റീരിയൽസ്, മെഷീൻസ്, ടൂൾസ് എക്സെട്ര ഫോർ വർക്കേഴ്സിന് വേണ്ട മെറ്റീരിയൽസും ടൂൾസും മെഷീൻസും എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് അത് വേണ്ട രീതിയിൽ എത്തിച്ചു കൊടുക്കുന്നതൊക്കെ ആരാണ്? ലോവർ ലെവൽ മാനേജേഴ്സിൽപ്പെട്ട സൂപ്പർവൈസേഴ്സും ഫോർമാൻ ഈ പറയുന്ന ആളുകളാണ്. ദെൻ ഗീവ് ഗൈഡൻസ് ആൻഡ് സൂപ്പർവൈസ് ദ എംപ്ലോയീസിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അവരെ സൂപ്പർവൈസ് ചെയ്ത് കൊണ്ടുപോകുന്നു. ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് ഗുഡ് റിലേഷൻ വിത്തിൻ ദ ഗ്രൂപ്പിനകത്ത് നല്ല അച്ചടക്കവും നല്ല റിലേഷനും ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ ലെവലിലേക്ക് വരും തോറും അവർ മാനേജ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിധി കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോക്കകത്ത് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് പറയാനുള്ളത് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ളതും അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതുമാണ്. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടായിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ആ വീഡിയോക്കകത്ത് കാണാം. ടിൽ ദെൻ